നമ്മൾ ഉദ്ദേശിച്ചതിലധികം പേഷ്യൻസ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാവർക്കും മെഡിസിന് കൊടുക്കാൻ പറ്റി. എല്ലാവരും ക്യാമ്പ് അടിപൊളിയല്ലേ ഡോക്ടേഴ്സ്? അപ്പോൾ നമ്മുടെ 20ാമത്തെ ക്യാമ്പാണ് നമ്മളിനി അടുത്ത് നമ്മൾ സൗത്ത് പറമ്പിൽ നടക്കാൻ പോകുന്നത്. മെഡിസിൻസ് എല്ലാം നമ്മൾ വണ്ടിക്കകത്ത് കയറ്റിട്ടുണ്ട്. നമ്മുടെ പൂർവികരൊക്കെ ആയുർവേദത്തോട് വലിയ താല്പര്യമുള്ള ആളുകളായിരുന്നു. അവരുടെ ലൈഫ് സ്പാൻ കൂടാൻ കാരണം അവരുടെ ഭക്ഷണ രീതികളും അതുപോലെ തന്നെ ആയുർവേദ മരുന്നുകളുമാണ്. ആയുർവേദത്തിൻ്റെ പ്രസക്തി വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ നമ്മൾ ആയുർവേദം മാത്രം കഴിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ അലോപ്പതി മെഡിസിനും അതുപോലെ മറ്റ് എല്ലാ മെഡിസിനും ആൾക്കാർ പരീക്ഷിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ആയുർവേദത്തിൽ നിന്ന് മറ്റ് മേഖലകളിലേക്ക് ആളുകൾ മാറി രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും പഴമയിലേക്ക് തിരികെ പോകണം. അവരുടെ സ്വന്തം ആവശ്യത്തിന് പരീക്ഷിക്കുകയാണ്. യഥാർത്ഥ കാരണം ആരും അന്വേഷിക്കുന്നില്ല. ആയുർവേദം മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മനുഷ്യനും വേറൊരു അസുഖം ഉണ്ടാകില്ല. പക്ഷേ നമ്മൾ പെട്ടെന്ന് ക്യൂർ കിട്ടാൻ വേണ്ടിയിട്ട് അലോപ്പതി മരുന്ന് കഴിക്കുന്നു, അത് ആവശ്യത്തിൽ കൂടുതൽ കഴിക്കുന്നു, അത് എന്തൊരു വേദനയും കഴിക്കുന്നു, ഏത് സമയത്തും കഴിക്കുന്നു എന്നുള്ളൊരു സ്ഥിതിയാണ്. പഴയ കാലത്ത് നമ്മുടെ കാർന്നവന്മാരൊക്കെ പൂർവികരൊക്കെ ഉപയോഗിച്ചിരുന്ന ആയുർവേദ മരുന്നുകളാണ് നമ്മുടെ നാളേക്കുള്ള ഒരു തലമുറയ്ക്ക് വാർത്തെടുക്കുവാനായിട്ട് മായമില്ലാതെ ഒരു നല്ലൊരു ചികിത്സാ സമ്പ്രദായം ആണ് ആയുർവേദം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും ഈ ആയുർവേദ മരുന്നുകളും ഒക്കെ ഉപയോഗിച്ച് കൂടുതൽ ആരോഗ്യത്തോടെ ജീവിക്കാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. ആയുർവേദ മരുന്നുകൾ ഉപയോഗിക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും ജീവിതശൈലി രോഗങ്ങളെ നേരിടാനും അതിന് ഉപയുക്തമായിട്ടുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ നടത്താനൊക്കെ നമുക്ക് സാധിക്കണം. ഏറ്റവും കുറച്ച് മരുന്ന് കഴിക്കുന്ന പണ്ടത്തെ മനുഷ്യർക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അവരുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം വളരെ വലുതുമാണ്. ഇന്ന് ആയുർവേദ മരുന്നുകൾക്ക് അവരുടെ പ്രസക്തി അതുകൊണ്ട് തന്നെ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എല്ലാവരും തന്നെ ആയുർവേദത്തിലേക്ക് അധികം മടങ്ങി പോകേണ്ട ഒരു സ്ഥിതിയാണ്. ആവശ്യത്തിന് അലോപ്പതി വേണം ഇല്ലെന്നല്ല, പക്ഷേ ആയുർവേദത്തിലേക്ക് ആൾക്കാർ മടങ്ങിപ്പോയി കഴിഞ്ഞാൽ കൂടുതൽ ആരോഗ്യത്തോടെ നമുക്ക് ഇരിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ മറുപടി കുഴവയൂരിൽ സംഘടിപ്പിക്കുന്ന ഈ ക്യാമ്പ് വളരെ മനോഹരമായിരുന്നു. വളരെയധികം ആളുകൾ ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞാൽ ഏതായാലും ഞങ്ങൾ 200 പേർക്ക് സൗജന്യമായി പറഞ്ഞിരുന്ന ക്യാമ്പ് ഈ സമയത്തിന് തന്നെ 100 പേര് എത്തിക്കഴിഞ്ഞു. ഇനിയും വളരെ പേര് വരും. ഒത്തിരി പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എല്ലാ കുടുംബ യൂണിറ്റ് പ്രസിഡന്റുമാരുടെയും യൂണിറ്റ് ഭാരവാഹികളുടെയും പള്ളി കമ്മിറ്റിയുടെയും വികേഷൻ്റെയൊക്കെ സപ്പോർട്ടിലൂടെയാണ് നമുക്കിത് ചെയ്യാൻ സാധിച്ചത്. നല്ല ആൾക്കാരുടെ നല്ല സഹകരണം നല്ല റെസ്പോൺസാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതുകൊണ്ടാണ് അതിനെ ഹെൽപ്പ് ചെയ്ത ആയുർവേദ മെഡിക്കൽ ക്യാമ്പിന് വേണ്ടി ഹെൽപ്പ് ചെയ്ത ആൾക്കാരെയും ഈ തരണത്തിൽ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ഇനിയും ഇതുപോലത്തെ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇൻഫോർമേറ്ററി ആർത്രൈറ്റിസ്. അപ്പൊ അത് 9 മാസം കൊണ്ട് ഞാൻ മരുന്ന് കഴിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? എനിക്ക് കുട്ടികളുടെ തീരുമാനത്തിലാണ്. എനിക്ക് കാര്യമായ വെച്ച് നടക്കാൻ പറ്റും. ഇപ്പം എന്നാലും നടക്കുമ്പോൾ നല്ല വേദനയും വീണ്ടും ശരിക്കും ഫ്രീ ആയിട്ട് കാരണം പറ്റത്തില്ല. ഇടയ്ക്ക് എപ്പോഴാണ് വീഴുന്നോ. മെഡിസിൻ കിട്ടിയായിരുന്നു? മെഡിസിൻ കിട്ടി. നേരത്തെ ഒന്നും മെഡിസിൻ എടുക്കണ്ടായിരുന്നില്ല? ഇല്ല, നേരത്തെ തൽക്കാലം ഒന്നും ഇല്ല. നേരത്തെ കഴിഞ്ഞ കൊല്ലം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ തൽക്കാലം ഞാനൊന്നും യൂസ് ചെയ്യുന്നത്. ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരെ കൃത്യമായിട്ട് കഴിച്ച ശേഷം വിളിക്കാൻ പറഞ്ഞു. 10 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് വിളിച്ച് മരുന്ന് കണ്ടിന്യൂ ചെയ്യുമല്ലോ?
തീർച്ചയായും ക്യാമ്പ് കുഴപ്പമില്ല, ഭംഗിയായിരുന്നു. ക്യാമ്പ് കാര്യങ്ങൾ കൃത്യമായി ചോദിച്ചും മനസ്സിലാക്കിയാറ്. ക്യാമ്പ് കുഴപ്പമില്ല. തന്നായിരുന്നു പറഞ്ഞ ഡോക്ടറുടെ കാര്യങ്ങൾ പറഞ്ഞു. സാറ് എങ്ങനെയാണ് ഇത് ഹോസ്റ്റാക്കുന്ന ഇതല്ല വേദന വെട്ടുവേദനയുണ്ട്, വേറെ മരുന്ന് കഴിക്കണ്ടായിരുന്നോ? നേരത്തെ ആൾറെഡി പഴയ കേസുണ്ട്. അത് മരുന്ന് കഴിച്ചിട്ടും വേദന വരുന്നുണ്ട്. കാലിൻ്റെ ആ ഒരു എലാസ്റ്റിസിറ്റി കുറയാൻ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കഴിച്ചു നോക്കിയിട്ട് ഒന്ന് മരുന്ന് കഴിച്ചു നോക്കും. ഇപ്പോൾ എല്ലാ മരുന്ന് നിലവിൽ ബന്ധപ്പെടാൻ പറ്റില്ല ഞങ്ങളപ്പോൾ. അപ്പോൾ സാറൊന്ന് നോക്കും. ഇപ്പോൾ എല്ലാ മരുന്നും കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ എല്ലാം ഒന്ന് കഴിച്ചു നോക്കാം. നോക്കിയിട്ടൊന്ന് വിളിക്കാം. അപ്പോൾ ഒരാഴ്ച കൊണ്ട് അറിയാം. ഇപ്പോൾ ഇതിപ്പോൾ 2 ആഴ്ചത്തെ മരുന്ന് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് പ്രോഗ്രസ് കൊണ്ട് അറിയാൻ പറ്റും. ഓക്കെ. പുനർജിത്ത് ആയുർവേദയുടെ 20ാമത്തെ ക്യാമ്പാണ് ഇപ്പോൾ ഇവിടെ തെക്കൻ പറവൂർ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വ്യത്യസ്തമായ പല പേഷ്യൻസിനെ കാണാനും അതുപോലെ തന്നെ ഓരോരുത്തരുടെ അനുഭവങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ക്യാമ്പും വ്യത്യസ്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഓരോ ക്യാമ്പിൽ നിന്ന് നമുക്കും കുറേ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും നമുക്ക് സാധിക്കുന്നുണ്ട്. പ്രായമായ കുറേ ആളുകൾ ഹോസ്പിറ്റലിലൊക്കെ വരാൻ പറ്റാത്തവർ ഇങ്ങനെ അവരുടെ അടുത്ത പ്രദേശങ്ങളിൽ ഈ ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ അവർക്ക് ഇവിടെ വരാൻ വളരെ എളുപ്പമാണ്. പിന്നെ ഞങ്ങൾ സൗജന്യമായിട്ട് മെഡിസിൻ കൊടുക്കുന്നത് വഴിയായിട്ട് കുറേ പാവപ്പെട്ടവർക്കെങ്കിലും ഇതുകൊണ്ട് പ്രയോജനം ലഭിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ക്യാമ്പ് കൊണ്ട് ഞങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സന്തോഷവും ഞങ്ങളുടെ ഒരു സാഫല്യവും. നമ്മൾ ഉദ്ദേശിച്ചതിലധികം പേഷ്യൻസ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാവർക്കും മെഡിസിന് കൊടുക്കാൻ പറ്റി. എന്നാലും ക്യാമ്പ് അടിപൊളിയല്ലേ? ഡോക്ടേഴ്സിനും കൂടെ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റാഫിനും നമ്മൾ പ്രത്യേകം നന്ദി പറയുകയാണ്. നമ്മുടെ സംഘാടകർക്ക് പ്രത്യേകിച്ച് വലിയ നന്ദി പറയേണ്ടതുണ്ട്. കാരണം ഇത്രയും ശാന്തമായിട്ട് അച്ഛനും അതുപോലെ കമ്മിറ്റിക്കാരെല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ഇതിനോട് സഹകരിച്ചു. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ക്യാമ്പ് വൈൻഡപ്പ് ചെയ്യുകയാണ്.